നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ഞാൻ നാഗഞ്ചേരി മന ജിതേന്ദ്രൻ നമ്പൂതിരി. വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് ഏറെക്കുറെ ഫലം നിർണ്ണയിക്കുന്നത്. ഒരു രാശിയിൽ വ്യാഴം 1 വർഷക്കാലവും, രാഹു, കേതു 1.5 വർഷക്കാലവും, ശനി 2.5 വർഷക്കാലവും സഞ്ചരിക്കുന്നതാണ്. ഈ 2024 തുടക്കത്തിൽ വ്യാഴം മേടത്തിലും, ശനി കുംഭത്തിലും, രാഹു മീനത്തിലും, കേതു കന്നിയിലും സ്ഥിതി ചെയ്യുന്നു. 2024 മെയ് മാസം മധ്യത്തോടുകൂടി വ്യാഴമാറ്റം ഉണ്ടാകുന്നതാണ്. അതായത് മേടത്തിൽ നിന്ന് ഇടവത്തിലോട്ട് വ്യാഴമാറ്റം ഉണ്ടാകുന്നതാണ്. അശ്വതി നക്ഷത്രം മേടരാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം. ഇവരുടെ ജനനം കേതുദശയിലാണ്. ആയതിനാൽ തന്നെ തുടക്കത്തിൽ ഇവർക്ക് ഗുണാനുഭവങ്ങളും മെയ്യോടുകൂടി മധ്യത്തോടുകൂടി ഇവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലവുമായിരിക്കും ഉണ്ടാകുന്നത്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തുടക്കത്തിൽ ഗുണാനുഭവങ്ങളാണെങ്കിലും കുറച്ച് ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ബാങ്ക്, കോടതി മുഖേനയുള്ള വ്യവഹാരങ്ങൾ, കിട്ടാനുള്ള സാധനങ്ങളെല്ലാം തുടക്കത്തിൽ തന്നെ ലഭിക്കുന്നതായി കാണുന്നുണ്ട്. കുടുംബപരമായിട്ടുള്ള വിഷമതകൾ, കുറച്ച് ക്ലേശ അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയത്തിന്, ഗൃഹനിർമ്മാണത്തിനും വളരെ നല്ല സമയമാണ്. അതിനാൽ തന്നെ ഗൃഹനിർമ്മാണത്തിനും വിവാഹാദി മംഗളകാര്യങ്ങൾ നടക്കുന്നതിനുമൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ജീവനക്കാർ ഒക്കെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒക്കെ ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ട്. 2ാം പാദം സമ്മിശ്ര ഫലമായിട്ടായിരിക്കും കാണുന്നത്. മാത്രവുമല്ല ആശുപത്രി വാസത്തിനുള്ള സാധ്യതകളോ ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ സന്താനങ്ങളെ കൊണ്ടുള്ള ഒരു ദുഃഖഭാവവും കാണുന്നുണ്ട്. ഊഹക്കച്ചവടക്കാർക്കൊക്കെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അത് നിലനിന്ന് പോകാനായിട്ട് അവർ കൂടുതൽ പരിശ്രമിക്കണം. അതിന് വേണ്ടുന്നത് ഈശ്വരാധീനം നേടിയെടുക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ടും ചിട്ടയായിട്ടുള്ള പ്രാർത്ഥനയും യഥാശക്തി വഴിപാടുകളും അവനവൻ്റെ പരദേവതകളെ തൃപ്തിപ്പെടുത്തിയും ഒക്കെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതമെന്ന് കാണുന്നുണ്ട്. കലാകായിക രംഗത്തുള്ളവർക്കൊക്കെ മികച്ച ഒരു വർഷ ആരംഭമായിരിക്കും കാണുന്നത്. വിദേശയാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ല ഒരു അനുഭവമായിട്ട് തന്നെ കാണുന്നുണ്ട്. മാത്രമല്ല അഗ്നി കൊണ്ടുള്ള ദോഷം, അതായത് ഈ 2ാം പാദത്തിൽ അഗ്നി കൊണ്ട് ഉള്ള ഒരു അപകടത്തിനുള്ള സാധ്യത ഈ അശ്വതി നക്ഷത്രക്കാർക്ക് 2ാം പാദത്തിൽ കാണുന്നുണ്ട്. അതിനാൽ തന്നെ അതിന് പരിഹാരമായിട്ട് കുടുംബദേവതയെ തൃപ്തിപ്പെടുത്താൻ ശ്രദ്ധിക്കണം. എന്നിരുന്നാലും യഥാശക്തി വഴിപാടുകളും പൂജാവിധികളും ഒക്കെ ചെയ്തും പ്രാർത്ഥിച്ചു വരുന്ന ദോഷങ്ങളെ ശക്തി കുറച്ച് മുന്നോട്ട് പോകണമെന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഭരണി മേടരാശിയിൽ വരുന്ന നക്ഷത്രം. ഇവരുടെ ജനനം ശുക്രദശയിൽ ആണ്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. IT മേഖലയിലുള്ളവർക്കൊക്കെ ജോലി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഈ വർഷം കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് തങ്ങളുടെ ക്ലയൻറ്റുകളെ, പുതിയ ക്ലയൻറ്റുകളെ കിട്ടാൻ ഒരു സാധ്യത കുറവിനുള്ള ഇത് കാണുന്നുണ്ട്. അവരുടെ നിലവിലുള്ള ക്ലയൻറ്റുകളോട് അവർ മൂലമല്ലെങ്കിലും അവരുടെ സ്റ്റാഫ് മൂലമോ ഒക്കെ ഉള്ള അകൽച്ചയ്ക്കുള്ള സാധ്യത ഈ ഭരണി നക്ഷത്രക്കാരുടെ സ്റ്റാഫുമായിട്ട്, അതായത് അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരോ അവരുടെ പാർട്ട്ണർമാരോ ഒക്കെ ആയിട്ട് ഉള്ള ഒരു അകൽച്ചയ്ക്കുള്ള സാധ്യത, ആ അകൽച്ചയിൽ നിന്നും അവരുടെ ക്ലയൻറ്റുകളും ഒക്കെ
അകന്നു പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആശുപത്രിവാസത്തിന് ഉള്ള സാധ്യത കാണുന്നുണ്ട്. കലാകായിക രംഗത്തുള്ളവർക്ക് കഠിന പ്രയത്നത്തിലൂടെ മാത്രം വിജയം കൈവരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒക്കെ ഒരു കഠിന പ്രയത്നത്തിൻ്റെ വർഷമായി തന്നെ ഇത് കണക്കാക്കാം. കാരണം അവരുടെ ജീവിത വിജയത്തിനാവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം നിർണ്ണയിക്കേണ്ട ഘട്ടങ്ങളിൽ അവർ വളരെ വളരെ കഠിനമായിട്ട് പ്രയത്നിക്കേണ്ട ഒരവസ്ഥ വരേണ്ട സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ബാങ്ക്, കോടതി മുഖേനയുള്ള വ്യവഹാരങ്ങൾക്ക് അത് മുഖേന കിട്ടാനുള്ള എന്തെങ്കിലും നടപടികൾ ഒക്കെ ഉള്ള കാലതാമസം വളരെ കാണുന്നുണ്ട്. എന്തൊരു കാര്യത്തിന് ഇറങ്ങിച്ചെന്നാലും അത് ലഭിക്കാനായിട്ടുള്ള കാലതാമസം ഈ ഭരണി നക്ഷത്രക്കാർക്ക് കൂടുതലാണ്. നേരത്തെ പറഞ്ഞതുപോലെ പരദേവതാ പ്രീതി, എല്ലാ കാര്യത്തിനും അവരുടെ പരദേവതയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ ഒരു രക്ഷ എന്നുള്ള ഇത് ഉള്ളൂ. ഈ വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയത് മൂലം അനാവശ്യമായ ചിലവുകൾ ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം, വളരെ സാധ്യത ഉണ്ട്. തങ്ങൾക്കല്ലെങ്കിലും തങ്ങളുടെ വേണ്ടപ്പെട്ടവർ മുഖേന ഉള്ള സാമ്പത്തിക നഷ്ടത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളെ കൊണ്ട് ഉള്ള ദുഃഖങ്ങൾക്കും മനക്ലേശങ്ങൾക്കും ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബപരമായിട്ടും കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കാർത്തിക നക്ഷത്രം ആദ്യപാദം മേടത്തിലും 3 പാദം ഇടവത്തിലും നിൽക്കുന്ന നക്ഷത്രം. ഇവരുടെ ജനനം സൂര്യദശയിലാണ്. അതിനാൽ തന്നെ പൊതുവെ ഇവർ ജനന സ്ഥലത്ത് നിന്നും ജന്മദേശം വിട്ട് സഞ്ചരിക്കാനുള്ള സാധ്യത ഏറെ ഉള്ള നക്ഷത്ര ജാതകരാണ്. പൊതുവെ കാർത്തിക നക്ഷത്രത്തെ പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് അവർക്ക് കയ്യിലുണ്ടെങ്കിലും അവരത് യഥാസമയം വിനിയോഗിക്കാനുള്ള ഒരു മനസ്സിന് ഒരു ചഞ്ചലത ഉണ്ടാകും. ആ സമയത്ത് വിനിയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ വിനിയോഗിക്കണോ, ഈ സമയത്ത് ഞാൻ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സന്ധ്യത. അവരെ കയ്യിൽ പണമുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമുണ്ട്, എന്നിരുന്നാൽ അവർക്കത് വിനിയോഗിക്കാനുള്ളൊരു മടി, പിശുക്ക് എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ അത് വിനിയോഗിക്കാനുള്ളൊരു മടി ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറെ ഉള്ള ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്. ആശുപത്രിവാസം ആരംഭത്തിൽ തന്നെ അപകടങ്ങൾ, അതായത് ആശുപത്രിവാസം മൂലമോ അല്ലെങ്കിൽ ബന്ധുക്കൾ മൂലമോ ഒക്കെ ആശുപത്രിവാസത്തിനുള്ള സാധ്യത ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ആരംഭത്തിൽ കാണുന്നുണ്ട്. ഏത് ഒരു അപകടം നമ്മുടെ മുന്നിൽ വന്നാലും നമ്മുടെ പരദേവതയെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായതും ഉചിതമായിട്ടുള്ള ഒരു മാർഗം. ഇത് രണ്ടും നമ്മൾ സാധിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ, പരദേവതയെ നമ്മൾ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ ഞാൻ ഈ പറയുന്ന ദോഷങ്ങളുടെ പകുതിയും നമുക്ക് മാറിക്കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തും എല്ലാ നക്ഷത്രക്കാരോടും പ്രത്യേകം പറയുന്നത് പരദേവതാ പ്രീതിയാണ് ഏറ്റവും വലിയ ഉപാസന. പരദേവതയെ ഉപാസിക്കുകയോ അതിനെ പ്രീതിപ്പെടുത്തുകയോ അല്ലെങ്കിൽ പരദേവതയുടെ അമ്പലത്തിൽ മാസാമാസം പോയി ദർശനം നടത്തുകയോ ഒക്കെ ചെയ്യാവുന്നത് ഈ ഒരു അപകട സാധ്യതകളെല്ലാം കുറയ്ക്കാനുള്ള സംഗതികളാണ്. ഈ IT ഫീൽഡിലുള്ളവർക്കും ഈ ബാങ്ക്, കോടതി മുഖേനയുള്ള വ്യവഹാരങ്ങൾ കിട്ടാനുള്ളവർക്കുമൊക്കെ ഒരു സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഊഹക്കച്ചവടക്കാർക്കും ഭൂമി സംബന്ധമായി ബിസിനസ് നടത്തുന്നവർക്കൊക്കെ ഈ ഒരു വർഷം വളരെ മോശം എന്ന് പറയാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയാണ്. അവർക്ക് പുതിയ ഗൃഹം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കഴിവതും ഭാര്യയുടെ നക്ഷത്രം ഇപ്പോൾ കാർത്തിക ആണ്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നക്ഷത്രം കാർത്തിക ആണ്, ഭർത്താവിൻ്റെ പേരിലാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി ഭാര്യയുടെ പേരിലേക്കോ അല്ലെങ്കിൽ ഭാര്യയുടെ പേരിലാണ് തുടങ്ങാൻ നിശ്ചയിച്ചിരിക്കുന്നത് അതൊരു ഭർത്താവിൻ്റെ പേരിലേക്കൊക്കെ മാറ്റി ചെയ്യുന്നത് ഉചിതമായിരിക്കും. വിവാഹാദി മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും അതുപോലെ തന്നെ ചതിവിലൂടെ ഒക്കെ മാറ്റി അവർക്ക് ഈ ചതിവൊക്കെ പറ്റാനുള്ള സാധ്യത, വിവാഹം നടക്കാനുള്ള ഘടകം എത്തുമ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാരെ കൂടെയുള്ളവർ തന്നെ അത് മുടക്കുന്ന ഒരു സമ്പ്രദായവും ഇതും ഉള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്കൊക്കെ
പുതിയ ക്ലയൻറ്റിൽ നിന്നുള്ള ധനലാഭത്തിനുള്ള സാധ്യതകൾ വളരെ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ. പുതിയ ക്ലയൻറ്റുകളെ കിട്ടാനുള്ള കാലതാമസം തന്നെ അവർക്കുണ്ടാകും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അതികഠിന പ്രയത്നങ്ങൾ നല്ലോണം വേർപ്പൊഴിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ്. ഈ എല്ലാത്തിനും ഒരു പരിഹാരം എന്ന് പറയുന്നത് പരദേവതയുടെ ഒരു ഉപാസന തന്നെയാണ്. ഈ പരദേവതയെ നമ്മൾ എത്ര കണ്ട് ഉപാസിക്കുന്നുവോ അത്ര കണ്ട് പരദേവതയുടെ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിയുന്നതാണ്. ഇതിൽ ഇപ്പോൾ പലരും പറയും ഇപ്പം കാർത്തിക നക്ഷത്രം അല്ലെങ്കിൽ എൻ്റെ നക്ഷത്രം പറഞ്ഞിട്ട് മൊത്തം നെഗറ്റീവുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എപ്പോഴും ഞാൻ പറയുന്നത് പോസിറ്റീവുകൾ നമ്മൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ജ്യോതിഷം നോക്കാനായിട്ട് അവരുടെ കാര്യം അറിയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അയാൾക്കത് നടന്നു കഴിഞ്ഞാൽ അയാൾ തീർച്ചയായിട്ടും രണ്ടാമത് വരത്തില്ല. അയാൾ നടന്നില്ലെങ്കിൽ സംശയമില്ല രണ്ടാമത് വീണ്ടും വരും. അപ്പം നമുക്ക് നല്ല കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് അവർ കൊട്ടിഘോഷിക്കത്തില്ല. നമ്മളൊരു ദുഃഖം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ അത് അപ്പുറം ഇപ്പുറയും പറയത്തുള്ളൂ. കാര്യം ആ ഒരു നെഗറ്റീവ് നമ്മൾ ഈ ജാതകത്തിൽ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് കിട്ടുന്നത് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഈ നക്ഷത്രഫലം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രോഹിണി ഇടവരാശിയിൽപ്പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനന ദശ ചന്ദ്രദശയിലാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇപ്പോൾ IT ഫീൽഡിലുള്ളവർക്കൊക്കെ ഉയർന്ന ഇപ്പോൾ ഇരിക്കുന്ന പോസ്റ്റിൽ നിന്ന് ഒരു മെച്ചപ്പെട്ട ഒരു പോസ്റ്റ് കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് ഊഹക്കച്ചവടക്കാർക്കും ഒക്കെ വളരെ നല്ല ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ട്. മാത്രമല്ല ബാങ്ക് കോടതി മുഖേനയുള്ള വ്യവഹാരങ്ങൾക്കൊക്കെ ഈ വർഷം കിട്ടാനുള്ള സാധ്യതകൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ അതിൻ്റെ ഫലം കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പൊതു രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അതായത് പൊതു സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ വളരെ നല്ല സമയമാണ്. വിവാഹം, ഗൃഹപ്രവേശം ഒക്കെ അല്ലെങ്കിൽ ഗൃഹ ആരംഭത്തിനൊക്കെ പറ്റിയ സമയമാണ്. പുതിയ വാഹനം വാങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ്. മാത്രമല്ല കലാകായിക രംഗത്ത് ഉള്ളവർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ വളരെ ഗുണ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും ജലം മൂലമുള്ള ഒരു അപകടത്തിനുള്ള സാധ്യതയും ഈ രോഹിണി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ആശുപത്രിവാസത്തിനുള്ള സാധ്യതകൾ, ആരോഗ്യകരമായിട്ട് ആശുപത്രിവാസത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ സാധ്യത കാണുകയാൽ തന്നെ പരദേവതയെ ഒന്ന് പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അത്യന്താപേക്ഷികമാണ്. പരദേവത ക്ഷേത്രത്തിൽ പോവുകയും പരദേവതയുടെ ഉപാസന ചെയ്യുന്നതും വളരെ ഉചിതമായി കാണുന്നുണ്ട്. മകേരം ഇടവരാശിയിൽ 2 പാദവും മിഥുന രാശിയിൽ 2 പാദവും ഉൾപ്പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനനം ചൊവ്വാദശയിൽ ആണ്. ഈ വർഷം മകര നക്ഷത്രക്കാർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലയളവാണ്. നേരത്തെ പറഞ്ഞതുപോലെ IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ ഗുണകരമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാലയളവാണ് 2024. ബാങ്ക് കോടതി മുഖേനയുള്ള വ്യവഹാരങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിവാഹം പോലുള്ള മംഗളകാര്യങ്ങളും ഗൃഹാരംഭം പോലുള്ള ശുഭകാര്യങ്ങളും ഒക്കെ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മക്കൾ മൂലമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഗുണകരമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ 2024. എന്നിരുന്നാലും അഗ്നി കൊണ്ടുള്ള ഒരു ദോഷം കാണുന്നുണ്ട്. ആകയാൽ തന്നെ പരദേവതയുടെ പ്രീതിപ്പെടുത്താനായിട്ട് ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്, പരദേവതയുടെ ഉപാസന ഉണ്ടാകാനോ ശ്രദ്ധിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഊഹക്കച്ചവടക്കാർക്കൊക്കെ ഈ ഒരു വർഷം തട്ടുമുട്ടുകളില്ലാതെ കടന്നു പോകാൻ സാധ്യതകൾ കാണുന്നുണ്ട്.
തിരുവാതിര മിഥുന രാശിയിലുള്ള നക്ഷത്രം. ഇവരുടെ ജനനം രാഹുദശയിലാണ്. 2024 തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ പ്രയോജനകരമല്ലാത്ത ഒരു സമയമാണ്. അപകടങ്ങൾ ഏറെ ഉണ്ടാകാനുള്ള സാധ്യതകൾ അവർക്ക് അതിൻ്റെ ലക്ഷണം ഈ ഡിസംബർ തൊട്ട് തന്നെ തുടങ്ങിക്കാണും. അപകടങ്ങൾ ഏറെ ഉണ്ടാകാനുള്ള സാധ്യതകൾ, തന്മൂലം ആശുപത്രിവാസത്തിനും ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ജലം മൂലമുള്ള അപകടങ്ങൾക്ക് ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. IT മേഖലയിലുള്ളവർക്കൊക്കെ ചതിവ് പറ്റാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്കും ബാങ്ക് കോടതി മുഖേനയുള്ള വ്യവഹാരങ്ങൾ ലഭിക്കാനുള്ളവർക്കൊക്കെ തൻ്റേതല്ലാത്ത കാരണത്താൽ അത് ലഭിക്കാതിരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബപരമായിട്ട് ഉള്ള വഴക്കിന് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലായാലും ബന്ധുക്കൾ തമ്മിലായാലും ഉള്ള വഴക്കിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കൂടുതൽ ജോലി ചെയ്യുന്നവരായിട്ടും ഉള്ള വഴക്കിനും ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മാത്രമല്ല സാമ്പത്തികപരമായിട്ട് ചെറിയൊരു പോരായിക, അതായത് ധനം കയ്യിൽ വരും, അതനുസരിച്ചുള്ള ചിലവ്, അതായത് മിച്ചം പിടിക്കാൻ നമ്മൾ കിണഞ്ഞ് പരിശ്രമിക്കേണ്ട ഒരവസ്ഥ വരുന്ന കാലയളവ് ആണ്. പരദേവതയെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഈ വർഷം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ പരദേവതയെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടുന്ന ഒരു കർമ്മം ആണ് വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകാര്യങ്ങൾ. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് മാറിപ്പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. പുതിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യതകൾ, വാഹനം മൂലമുള്ള അപകടങ്ങൾക്കുള്ള സാധ്യത, പുതിയ വാഹനം കൊണ്ട് എടുത്തു പറയാൻ കാരണം പുതിയ വാഹനങ്ങൾ കൊണ്ടുള്ള അപകടങ്ങൾക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ മനപ്രയാസങ്ങൾ നേരിടേണ്ട ഒരു സമയം ആണ് ഇത്. ഒക്കെ ഈ മേൽപ്പറഞ്ഞ എല്ലാ അപകടങ്ങൾക്കും എല്ലാ ദോഷങ്ങൾക്കുമൊക്കെ ഒരു പരിഹാരം എന്നോണം പരദേവത ഈ വർഷം ഏറ്റവും കൂടുതൽ ഭജിക്കേണ്ട നക്ഷത്രക്കാരിൽ ഒന്നാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർ. പരദേവതയുടെ ഉപാസന ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർ. പുണർദം മിഥുന രാശിയിൽ ആദ്യ 3 പാദവും കർക്കിടക രാശിയിൽ അവസാന പാദവും ഉൾപ്പെടുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരുടെ ജനന സമയം വ്യാഴദശയിലാണ്. ഈ വർഷം പുണർദ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. വർഷാരംഭത്തിൽ ഗുണം, 2ാം പാദത്തിൽ ദോഷകരമായിട്ടുള്ള പല അനുഭവങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ വർഷാരംഭം ഗുണകരമായിട്ടും 2ാം പാദം ദോഷകരമായിട്ടും, ദോഷകരം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ദോഷകരമായിട്ട് വർത്തിക്കത്തില്ല. 1ാം പാദത്തിൽ കിട്ടുന്ന എല്ലാ അളവും, 1ാം പാദത്തിൽ 100-ൽ 90 മാർക്കാണ് കിട്ടിയെങ്കിൽ അത് 2ാം പാദമാകുമ്പോൾ 100-ൽ 70 അല്ലെങ്കിൽ 60 ആയിട്ട് കുറയുന്ന അവസ്ഥ. അതായത് നമുക്കതിൻ്റെ ഗുണാനുഭവങ്ങളുടെ അളവിന് കുറവ് വരുന്ന ഒരവസ്ഥ ഊഹക്കച്ചവടക്കാർക്കൊക്കെ ആദ്യ പാദം കൊണ്ടുള്ള ഗുണം 2ാം പാദത്തിലും ഉണ്ടാകണമെന്ന് ഇല്ല. കോടതി, ബാങ്ക് മുഖേനയുള്ള വ്യവഹാരങ്ങൾക്ക് ആദ്യപാദം ഗുണാനുഭവങ്ങളും 2ാം പാദത്തിൽ ദോഷകരമായിട്ടും ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അഗ്നി മുഖേനയുള്ള ഒരു അപകടത്തിനുള്ള സാധ്യതയും തന്മൂല ആശുപത്രിവാസത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പരദേവതയെ പ്രീതിപ്പെടുത്തേണ്ടതും പരദേവതയുടെ ഉപാസന ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു നക്ഷത്രക്കാരിൽ ഒരാളും കൂടിയാണ് ഈ 3 നക്ഷത്രക്കാർ. പൂയം കർക്കിടക രാശിയിൽപ്പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനനം ശനിദശയിലാണ്. ഈ വർഷം ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഈ പൂയം നക്ഷത്രക്കാർക്ക്. എന്നിരുന്നാലും IT മേഖലയിലുള്ളവർക്കൊക്കെ, അതായത് പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. ഊഹക്കച്ചവടക്കാർക്കും വിദ്യാർത്ഥികൾക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ മധ്യമമായിട്ടായിരിക്കും ഈ ഒരു വർഷം അവർക്ക് കടന്നു പോകുന്നത്. വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകാര്യങ്ങൾ, പുതിയ വാഹനം മേടിക്കൽ തുടങ്ങിയ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള കാലതാമസം
ഈ ഒരു വർഷക്കാലം അവർക്കുണ്ടാകും. എന്നിരുന്നാലും ഏറെ കാലമായിട്ട് അവർ വിചാരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ലഭിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നടക്കാനുള്ള സാധ്യത ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. പൊതുവെ പറഞ്ഞാൽ പരദേവതയെ ഉപാസിക്കുകയും പരദേവതയെ പ്രീതിപ്പെടുത്തുകയും ചെയ്യേണ്ടുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഏറെ ഗുണകരമായി വർത്തിക്കുന്നതാണ്. ആയില്യം കർക്കിടക രാശിയിൽപ്പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനനം ബുധദശയിലാണ്. അപ്രതീക്ഷിതമായിട്ട് ഏറെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഈ ആയില്യ നക്ഷത്രക്കാർ. 2024 ഇവർ വളരെ ഏറെ പ്രയോജനകരമായി വർത്തിക്കേണ്ടുന്ന നക്ഷത്രക്കാർ കൂടിയാണ്. കച്ചവടക്കാർക്കും ബിസിനസ്സുകാർക്കും ഒക്കെ ഈ വർഷക്കാലം വളരെ ഗുണകരമാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾക്കൊക്കെ ഗുണകരമായിട്ടുള്ള അവസരമാണ് അല്ലെങ്കിൽ സമയമാണ്. ആശുപത്രിവാസത്തിനുള്ള സാധ്യതകൾ വളരെ ചെറിയ രീതിയിൽ അവർക്ക് കാണുന്നുണ്ട്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഉയർച്ചയ്ക്കുള്ള അടുത്ത ഒരു പടി കയറാനുള്ള ഒരു സാധ്യതകളും കാണുന്നുണ്ട്. ഗവൺമെൻറ് ജീവനക്കാർക്ക് പ്രൊമോഷൻ പോലുള്ള നല്ല കാര്യങ്ങൾ നടക്കാനും നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിവാഹം, ഗൃഹപ്രവേശം, പുതിയ വാഹനം വാങ്ങൽ, വസ്തു വാങ്ങൽ തുടങ്ങിയ നല്ല കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ബാങ്ക്, കോടതി മുഖേനയുള്ള വ്യവഹാരങ്ങൾ ലഭിക്കാനുള്ള കാലതാമസങ്ങൾ മാറി അത് ലഭിക്കാനുള്ള സാധ്യതകളും ഈ വർഷം കാണുന്നുണ്ട്. കുടുംബപരമായിട്ടും ജീവിത പങ്കാളിയുമായിട്ടുള്ള നല്ല സ്വരച്ചേർച്ചയോടുകൂടി പോകുന്നതിനുള്ള അവസരങ്ങൾ കാണുന്നുണ്ട്. ദീർഘകാലമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയം നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മേൽ പറഞ്ഞതുപോലെ പരദേവതയെ ഉപാസിക്കുന്നതും പരദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഒക്കെ വളരെ നല്ലതായി തന്നെ ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. മകം ചിങ്ങരാശിയിൽപ്പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനനം കേതുദശയിലാണ്. ചതിവ് പറ്റാനുള്ള ഒരു സാധ്യത ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം കാണുന്നുണ്ട്. ഈ IT ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക്, കൂടെ ജോലി ചെയ്യുന്നവരുടെ ഒരു ചതിവ്, ബിസിനസ്സുകാർക്കായാലും അവരുടെ പങ്കാളികളിൽ നിന്ന്, അതായത് പാർട്ട്ണറിൽ നിന്നൊക്കെ ഉള്ള ഒരു ചതിവ് പറ്റാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു ചതിവ് പറ്റാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതായത് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഈ വർഷം ഇവർക്ക്. വിദ്യാർത്ഥികൾക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഈ വർഷം അതികഠിനമായി പ്രയത്നിക്കേണ്ടുന്ന ഒരു വർഷം കൂടിയാണ്. വിവാഹം, പുതിയ വാഹനം വാങ്ങൽ, ഗൃഹപ്രവേശം അല്ലെങ്കിൽ തറക്കല്ലിടൽ, പുതിയ വീട് വയ്ക്കാനുള്ള അവസരങ്ങളുണ്ടാകൽ തുടങ്ങിയവ നടക്കും. പക്ഷേ ഈ നടക്കാനുള്ള കാലതാമസം തന്മൂലമല്ല, തൻ്റെ കൂടെ തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഒരു ചതിവിന് പാത്രമാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും ഈ പരദേവതയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ പല ദോഷങ്ങളും അതിൽ 4-1 ചുരുങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ നക്ഷത്രക്കാരോടും പൊതുവെ പറയുന്നത് പരദേവതയെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ പരദേവതയെ ഉപാസിക്കുക എന്നുള്ളത്. പൂര നക്ഷത്രം ചിങ്ങരാശിയിൽപ്പെടുന്ന നക്ഷത്രം. ശുക്രദശയിലാണ് ഇവരുടെ ജനനം. പൊതുവെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് പൂര നക്ഷത്രക്കാർക്ക്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കലാകായിക രംഗത്തുള്ളവർക്കും വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ഗുണാനുഭവങ്ങളുള്ള ഒരു സമയം കൂടിയാണ്. അവർക്ക് അവരുടെ ബന്ധുക്കളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ഒക്കെയുള്ള സാമ്പത്തിക സഹായ നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിവാഹം, ഗൃഹപ്രവേശം പോലുള്ള മംഗളകാര്യങ്ങൾ നടക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്.
അത് ഈ പറഞ്ഞ പോലെ കൂട്ടുകാരിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെയുള്ള അനുകൂലമായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ട് ആണ് ഇത് നടക്കാനുള്ള സാധ്യത കാണുന്നത്. പൊതുവെ പൂരനക്ഷത്രക്കാർക്ക് 2024 ഗുണാനുഭവങ്ങൾ ഏറെയുള്ള ഒരു സമയമാണെന്ന് തന്നെ പറയാം. ഉത്ര നക്ഷത്രം ചിങ്ങത്തിൽ ആദ്യ പാദവും കന്നിയിൽ 3 പാദവും ഉള്ള നക്ഷത്രം. സൂര്യദശയിലാണ് ജനനം. അതിനാൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യദശയിൽ ജനിക്കുന്നവർ ജനന സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാനുള്ള സാധ്യതകൾ കാണുകയാൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ആദ്യ പാദം ഗുണകരമായിട്ടും 2-ാം പാദം ദോഷകരമായിട്ടും ഭവിക്കുന്ന ഒരു സമയമാണ്. ചതിവ് ഏറെ കുറെ എന്ന് പറഞ്ഞാൽ ഏറെ കൂടുതൽ ചതിവ് പറ്റുന്ന ഒരു സമയം കൂടിയാണ്. ആരോഗ്യപരമായിട്ടുള്ള ഒരു അസന്തുലിതാവസ്ഥയ്ക്കുള്ള സമയം കാണുന്നുണ്ട്. അതുമൂലം ആശുപത്രിവാസത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അഗ്നി മുഖേനയുള്ള ഒരു അപകടത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. കച്ചവടക്കാർക്കും ബിസിനസ്സുകാർക്കും ഈ വർഷ ആരംഭത്തിൽ ഗുണകരമാണെങ്കിലും 2-ാം പാദം ക്ലേശകരമായിട്ടായിരിക്കും ഭവിക്കുന്നത്. പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ഈ ഒരു വർഷക്കാലത്തിൻ്റെ ആദ്യ പാദം ഗുണകരമായിട്ടും 2-ാം പാദം മിതമായിട്ടും, അതായത് ആദ്യ പാദത്തിൽ നിന്ന് പൂർണ്ണഫലം ലഭിക്കാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ബാങ്ക്, കോടതി മുഖേന വ്യവഹാരങ്ങൾ ലഭിക്കാനുള്ള താമസവും ഒക്കെ ഈ ഒരു വർഷക്കാലം കാണുന്നുണ്ട്. ഇവർ ഉത്തരനക്ഷത്രക്കാർ പൊതുവെ പരദേവതയെ ഭജിക്കുകയും പരദേവതയുടെ ഉപാസന ചെയ്യുന്നതും ഉചിതമായി തന്നെ കാണുന്നുണ്ട്. അത്തം നക്ഷത്രം കന്നിരാശിയിൽപ്പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനനം ചന്ദ്രദശയിലാണ്. ഈ വർഷം അത്തം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും. വിവാഹം, ഗൃഹപ്രവേശം, പുതിയ വാഹനം വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾ വർഷ ആരംഭത്തിൽ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കച്ചവടം, ബിസിനസ്സുകളൊക്കെ ആദ്യ പാദം ഗുണകരമായിട്ടും 2-ാം പാദം ക്ലേശകരമായിട്ടും ഭവിക്കും. IT മേഖലയിലുള്ളവർക്കൊക്കെ ആദ്യ പാദം ഗുണകരമായിട്ടും 2-ാം പാദം ക്ലേശകരമായിട്ടും ഭവിക്കും. മാത്രമല്ല ബാങ്ക്, കോടതി മുഖേനയുള്ള വ്യവഹാരങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ആദ്യ പാദത്തിൽ ഗുണകരമായും 2-ാം പാദത്തിൽ ക്ലേശകരമായും കാണുന്നുണ്ട്. പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, കലാകായിക രംഗത്തുള്ളവർക്കൊക്കെ ഒരു മങ്ങിയ വർഷം എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും പരദേവതയെ ഭജിക്കുന്നതും പരദേവതയുടെ ഉപാസന ചെയ്യുന്നതും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഏറെ പ്രയോജനകരമായി തന്നെ ഭവിക്കും. ചിത്തിര നക്ഷത്രം കന്നിരാശിയിൽ ആദ്യ 2 പാദവും തുലാം രാശിയിൽ അവസാന 2 പാദവും ഉൾപ്പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനനം ചൊവ്വാദശയിലാണ്. പൊതുവെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ ചിത്ര നക്ഷത്രക്കാർ. 2024 ഇവർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഏറെ ഉണ്ടാകുകയും അതിൽ ഈ നമ്മൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു തസ്തികയിൽ നിന്നും, അതായത് IT മേഖലയിലുള്ളവർക്കും ഈ ഗവൺമെൻറ് ജോലിക്കാർക്കുമൊക്കെ ഒരു പ്രമോഷനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് പുതിയ ക്ലയൻറ്റുകൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആശുപത്രിവാസം, 2-ാം പാദത്തിൽ ആശുപത്രിവാസത്തിനുള്ള സാധ്യതകൾ ഏറെ കാണുന്നുണ്ട്. ജലം കൊണ്ടുള്ള ഒരു അപകടത്തിനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. വിദ്യാർത്ഥികൾക്കും കച്ചവടക്കാർക്കും ഒക്കെ ആദ്യ പാദം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ആദ്യ പാദം ഗുണകരമായിട്ടും 2-ാം പാദത്തിൽ അവർക്ക് ചതിവ് പറ്റാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബപരമായും സഹപ്രവർത്തകരുമായിട്ടുമൊക്കെ
രണ്ടാം പാദം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടു വേണം ഈ ഒരു വർഷം അവരുടെ കർമ്മമേഖലയിൽ പുഷ്ടി നേടാനായിട്ട്, അല്ലെങ്കിൽ അതിനുള്ള ആർജവം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അതിനാൽ തന്നെ പരദേവതയെ ഏറ്റവും കൂടുതൽ പരദേവതയെ ഉപാസിക്കുകയും പരദേവതയെ പ്രീതിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിക ഒരു ഘടകം കൂടി ആണ്. ചോദ്യം: തുലാം രാശിയിൽ പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനനം രാഹുദശയിലാണ്. പൊതുവെ അനുകൂലകരമായിട്ടുള്ള ഒരു വർഷമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ 2024. അവർ പല കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങൾ, മംഗളകരമായിട്ടുള്ള പല കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ ഏറെ കാണുന്നുണ്ട്. ഗൃഹപ്രവേശത്തിനുള്ള സമയം, അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങാൻ, അല്ലെങ്കിൽ വിവാഹം പോലുള്ള മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾക്കൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട്. മത്സര പരീക്ഷകളിൽ വിജയിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ബാങ്ക്, കോടതി മുഖേനയുള്ള വ്യവഹാരങ്ങൾ വേഗം ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബകരമായിട്ടും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെയുള്ള ഗുണാനുഭവങ്ങൾ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ, അവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളിൽ നിന്നൊക്കെ നല്ല കാര്യങ്ങൾ, തൃപ്തികരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഒരു മുന്നേറ്റത്തിന്, പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത ഏറെക്കുറെ കാണുന്നുണ്ട്. എന്നിരുന്നാലും രണ്ടാം പാദത്തിൽ ഇവർക്ക് ആശുപത്രിവാസം, ജലം മൂലമുള്ള ഒരു ആശുപത്രിവാസത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ആയകയാൽ തന്നെ ഈ പറഞ്ഞതുപോലെ പരദേവതയെ ഉപാസിക്കുന്നതും പരദേവതയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഒക്കെ വളരെ നല്ല ഒരു കാര്യമായി തന്നെ കാണുന്നു. വിശാഖ നക്ഷത്രം. തുലാം രാശിയിൽ 3 പാദവും വൃശ്ചികത്തിൽ 1 പാദവും ഉൾപ്പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനനം വ്യാഴദശയിലാണ്. ഈ വർഷം വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമായിട്ട് തന്നെ കണക്കാക്കാം. ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഏറെ ഇവർക്ക് ലഭിക്കുന്നത്. വർഷാരംഭത്തിൽ അത്ര ഗുണകരമായിട്ടുള്ള സാധ്യത കാണുന്നില്ല. എന്നാൽ രണ്ടാം പാദത്തിൽ വളരെ ഗുണകരമായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലുള്ള വിജയത്തിനുള്ള സാധ്യതകൾ രണ്ടാം പാദത്തിൽ കാണുന്നുണ്ട്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സാധ്യതയാണ്. പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ രണ്ടാം പാദം വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. ഊഹക്കച്ചവടക്കാർക്കും ബിസിനസ്സുകാർക്കുമൊക്കെ രണ്ടാം പാദം, അതായത് മെയ് മാസത്തിന് ശേഷം, ജൂണിന് ശേഷം ഗുണകരമായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കോടതി, ബാങ്ക് മുഖേനയുള്ള വ്യവഹാരങ്ങൾക്ക് രണ്ടാം പാദം ഗുണകരമായും ആദ്യ പാദത്തിൽ കുറച്ച് ക്ലേശതകൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. അഗ്നി കൊണ്ടുള്ള അപകടങ്ങൾക്കും തന്മൂലം ആശുപത്രിവാസത്തിനും ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഗൃഹപ്രവേശം, വിവാഹം, പുതിയ വാഹനം വാങ്ങൽ തുടങ്ങിയ മംഗളകാര്യങ്ങൾക്കൊക്കെ രണ്ടാം പാദത്തിന് ഗുണകരമായിട്ടുള്ള സമയമായി കാണുന്നുണ്ട്. ആ സമയം നമ്മൾ ആദ്യ പാദത്തിൽ എത്ര ശ്രമിച്ചാലും നടക്കാതെ വരികയും അത് രണ്ടാം പാദത്തിലേക്ക് ആ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ വന്ന് ചേരുകയും ചെയ്യുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. കുടുംബക്കാരുമായിട്ടും സഹപ്രവർത്തകരുമായിട്ടും ഒക്കെ ഉള്ള നീരസത്തിനുള്ള സാധ്യതകൾ, അതായത് നമ്മൾ പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിൽ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പൊതുവെ വിശാഖ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്ര ഫലമായി തന്നെ പറയാം. പരദേവതയെ ഉപാസിക്കുന്നതും പരദേവത ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതുമൊക്കെ വിശാഖ നക്ഷത്രക്കാർക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒരു ഘടകമായി കാണണം. അതിനാൽ തന്നെ പരദേവതയെ പ്രീതിപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അനിഴം വൃശ്ചിക രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനനം ശനിദശയിലാണ്. ഏറെ
ചതിവ് പറ്റാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം കാണുന്നുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ ഒക്കെ ചതിവ് ഏറ്റവും കൂടുതൽ പറ്റാനുള്ള സാധ്യതകൾ ഈ അനിഴ നക്ഷത്രക്കാർക്ക് ഈ വർഷം കാണുന്നുണ്ട്. IT മേഖലയിലുള്ളവർക്കും ഗവൺമെൻറ് ജീവനക്കാർക്കും ഒക്കെ അവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ ചതിവ് ഏറ്റവും കൂടുതൽ പറ്റാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഊഹക്കച്ചവടക്കാർക്കൊക്കെ ചതിവ് പറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ സാമാന്യം തെറ്റില്ലാത്ത ഒരു വർഷം എന്ന് വേണമെങ്കിൽ പറയാം. പോയ വർഷത്തിനെ അപേക്ഷിച്ച് തെറ്റില്ലാതെ പോകാൻ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അഗ്നി കൊണ്ടുള്ള അപകടത്തിന് തന്മൂല ആശുപത്രിവാസത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ബാങ്ക് കോടതി മുഖേനയുള്ള വ്യവഹാരങ്ങൾക്ക് കാലതാമസം കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്കും ഊഹക്കച്ചവടക്കാർക്കും ഒക്കെ ഈ ഒരു വർഷം തട്ടിയും മുട്ടിയും പോകുമെന്നല്ലാതെ വളരെ പ്രയോജനകരമായിട്ട് ഒന്നും പറയാനില്ല. എന്നിരുന്നാൽ ഈ പറഞ്ഞതുപോലെ പരദേവതയെ പ്രസാദിപ്പിച്ചെടുക്കുക എന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ ദോഷങ്ങളുടെ അളവ് ഏറ്റവും കൂടുതൽ കുറയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. തൃക്കേട്ട വൃശ്ചിക രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനനം ബുധദശയിലാണ്. വിദ്യാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പഠിക്കണം എന്നൊരു ത്വരത ഏറ്റവും കൂടുതൽ ഉള്ള ഒരു നക്ഷത്രക്കാരാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർ. ഈ വർഷം ആരംഭത്തിൽ ഗുണകരമായിട്ടുള്ള ആരംഭത്തിൽ തുടങ്ങുമെങ്കിലും അവസാനിക്കുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്കാണ്. ഈ പറഞ്ഞ പോലെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വർഷാരംഭത്തിൽ വളരെ വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. എന്നിരുന്നാൽ അവസാന പാദത്തിൽ വളരെ ക്ലേശകരമായിട്ടാണ് ഭരിക്കുന്നത്. ആ സമയം ആശുപത്രിവാസത്തിന് പോലും ജലം, അഗ്നി തുടങ്ങി പഞ്ചഭൂതങ്ങളിലെ ജലവും അഗ്നി തുടങ്ങിയവർ മൂലം ഉള്ള അപകടങ്ങൾക്ക് ഏറെ സാധ്യതകൾ കാണുന്നുണ്ട്. ഈ കുടുംബക്കാരുമായിട്ട് സഹപ്രവർത്തകരുമായിട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അടിപിടി വരെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഏറെ കാണുന്നുണ്ട്. എന്നിരുന്നാലും ഈ പറഞ്ഞതുപോലെ പരദേവതയെ പ്രീതിപ്പെടുത്തേണ്ടത് ഒരു അത്യന്താപേക്ഷിക ഘടകം തന്നെയാണ്. ഈ വർഷം ഈ തൃക്കേട്ട നക്ഷത്രക്കാർ ഉൾപ്പെടുന്നവർ ഈ പരദേവതയെ പ്രീതിപ്പെടുത്തേണ്ട ഒരു അത്യന്താപേക്ഷിക ഘടകമാണ്. ബാങ്ക് കോടതി മുഖേനയുള്ള വ്യവഹാരങ്ങൾ ലഭിക്കാനുള്ള കാലതാമസം ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. മംഗളകാര്യങ്ങളായി ഈ ഗൃഹപ്രവേശം, വാഹനം, പുതിയ വാഹനം വാങ്ങൽ, വിവാഹം തുടങ്ങി മംഗളകാര്യങ്ങൾ നടക്കാനുള്ള ഒരു കാലതാമസം, അല്ലെങ്കിൽ അത് തൻ്റേതല്ലാത്ത കാരണത്തിൽ ഒരു ചതിവിലൂടെ ഒക്കെ അത് മാറിപ്പോകാനുള്ള സാധ്യതകളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. മൂലനക്ഷത്രം ധനുരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനനം കേതുദശയിലാണ്. ഈ പറഞ്ഞതുപോലെ അനുകൂലകരമായിട്ടുള്ള പല മാറ്റങ്ങളും അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ്. ഈ 2024 അവർക്ക് വളരെ അനുകൂലമായിട്ട് പല കാര്യങ്ങളും സംഭവിക്കാം. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അധികം ശോഭിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. ഈ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഊഹക്കച്ചവടക്കാർക്കും ബിസിനസ്സുകാർക്കും ഒക്കെ വളരെ നല്ലൊരു സമയം കൂടിയാണ്. വിവാഹം, വാഹനം, ഗൃഹപ്രവേശം തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ നടക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു നക്ഷത്രക്കാരാണ്. ഈ വർഷം അവർക്ക് ഏറെ കൂടുതൽ വളരെയേറെ പ്രയോജനകരമായിട്ടുള്ള പല നല്ല മാറ്റങ്ങളും സംഭവിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ മാറ്റങ്ങൾക്കും അടിസ്ഥാനപരമായി സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പരദേവതയെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. ബാങ്ക് കോടതി മുഖേനയുള്ള എല്ലാ വ്യവഹാരങ്ങളും അവർക്ക് അനുകൂലമായിട്ട് തന്നെ വർത്തിക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബക്കാരുമായും സഹപ്രവർത്തകരുമായിട്ടും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു
അനുകൂലമായിട്ടുള്ള ഒരു നടപടിയിലേക്ക്, അതായത് അവരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പൂരാടം ധനുരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനനം ശുക്രദശയിലാണ്. വളരെ അനുകൂലകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന നക്ഷത്രക്കാരിൽ മറ്റൊരു കൂട്ടരാണ് ഈ പൂരാട നക്ഷത്രക്കാർക്ക്. 2024 ഇവർക്ക് വളരെ ഏറ്റവും അനുയോജ്യകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും സംഭവിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ്. വിവാഹം, പുതിയ വീട് പണിയൽ, അല്ലെങ്കിൽ വസ്തു വാങ്ങൽ, വാഹനം വാങ്ങൽ ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ കയ്യിൽ പോകാതെ കിടക്കുന്ന ഒരു വസ്തു കച്ചവടം ചെയ്ത് കിട്ടുക, അല്ലെങ്കിൽ ഒരു വീട് കച്ചവടം ചെയ്ത് കിട്ടുക, അതിൽ നിന്നുള്ള ഒരു ധന നേട്ടത്തിനുള്ള സാധ്യതയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം കാണുന്നുണ്ട്. മാത്രമല്ല മത്സര പരീക്ഷകളിൽ ഈ വർഷം ഇവർക്ക് കുറച്ച് മങ്ങിയ, അതായത് വിദ്യാർത്ഥികൾക്കും ഈ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഈ ഒരു വർഷം ഇവർക്ക് ചെറിയൊരു മങ്ങലുണ്ടാവും. എന്നിരുന്നാലും രണ്ടാം പാദത്തിൽ അത് ഏറെക്കുറെ അതൊരു കറക്റ്റായി കിട്ടും. ഒന്നാം പാദത്തിൽ അവർക്ക് കുറച്ചൊരു മങ്ങലുണ്ടാവും. എന്നാൽ രണ്ടാം പാദത്തിൽ അത് അവർക്ക് വളരെ അനുയോജ്യകരമായി തന്നെ ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുകയും ഈ കോടതി, ബാങ്ക് മുഖേനയുള്ള വ്യവഹാരങ്ങൾ പെട്ടെന്ന് ഏറ്റവും അനുകൂലമായ അവസ്ഥയിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. മാത്രമല്ല പൊതുസമൂഹമായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് ഒക്കെ തരണം ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആ തരണം ചെയ്ത് എടുക്കാനുള്ള ഒരു കരുത്തൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടുന്ന ഒരു സമയം കൂടിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പരദേവതയെ പ്രീതിപ്പെടുത്തുകയും പരദേവതയുടെ ഉപാസന നടത്തുകയും ചെയ്യുന്നത് ഒരു പരിധിവരെ എല്ലാ അപകടങ്ങളിൽ നിന്നും ഈ നക്ഷത്രക്കാരെ സംരക്ഷിച്ചു പോകുന്നു. മാത്രമല്ല അഗ്നി കൊണ്ടുള്ള ഒരു അപകടത്തിനും തന്മൂല ആശുപത്രി വാസത്തിനും രണ്ടാം പാദത്തിൽ ഒരു ജൂണിന് ശേഷം ഉള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ഉത്രാട നക്ഷത്രം ധനുരാശിയിൽ ആദ്യ പാദവും മകരരാശിയിൽ 3 പാദവും ഉൾപ്പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനനം സൂര്യദശയിലാണ്. ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം. അതായത് പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ വരുന്ന ഒരു സമയം കൂടിയാണ്. എന്നിരുന്നാലും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ അപ്രതീക്ഷിത തിരിച്ചടികൾ ഉണ്ടാകുന്ന, അതായത് അവർ പ്രതീക്ഷിക്കാതെ പലതും നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ വിദേശ യാത്രകൾക്കൊക്കെ പോകുന്നവർക്ക് ഈ വർഷം ഗുണകരമായിട്ട് ഉള്ള സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും ചതിവിൽ പെടാതെ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. ബാങ്ക്, കോടതി മുഖേനയുള്ള വ്യവഹാരങ്ങൾ ഒക്കെ ഗുണകരമായിട്ട് നമ്മളെ കയ്യിൽ ലഭിക്കണമെങ്കിൽ അതിലൊരു ചതിവ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബക്കാരുമായിട്ടും സഹപ്രവർത്തകരുമായിട്ടും ഒക്കെ ഒരു അഭിപ്രായ വ്യത്യാസത്തിനും അതിൽ നിന്നൊരു ചതിവുണ്ടാകാനുള്ള സാധ്യതകളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം കാണുന്നുണ്ട്. അതായത് നമ്മൾ പറയത്തില്ലേ, ഈ ചെവിയിരുന്ന് തോളിയിരുന്ന് ചെവി കടിക്കുക എന്ന്, അതിനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം കാണുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ പരദേവതയെ പ്രീതിപ്പെടുത്തേണ്ടതും പരദേവതയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതും ഒക്കെ അത്യന്താപേക്ഷികമായിട്ടുള്ള ഘടകമായി തന്നെ കാണുന്നുണ്ട്. ഈ അഗ്നി കൊണ്ടുള്ള അപകടത്തിനും തന്മൂലം ആശുപത്രിവാസത്തിനുള്ള സാധ്യതയും ഏറെ കാണുന്നുണ്ട്. ആകയാൽ തന്നെ അതനുസരിച്ച് മുന്നോട്ട് പോവുകയും യഥാശക്തി ഈ പരദേവതയെ പ്രീതിപ്പെടുത്തി ഉപാസനയിലൂടെ ആ അപകടത്തിൽ നിന്നും തരണം ചെയ്യേണ്ടത് ശ്രദ്ധിക്കണമെന്നും കാണുന്നു.
തിരുവോണ നക്ഷത്രം മകരരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനനം ചന്ദ്രദശയിലാണ്. ഈ വർഷം തിരുവോണ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും. ഈ പറഞ്ഞതുപോലെ IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഈ വർഷം ലഭിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഊഹക്കച്ചവടക്കാർക്കും ബിസിനസ്സുകാർക്കും ഒക്കെ ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. ആദ്യ പാദം ഗുണകരമായിട്ടും രണ്ടാം പാദം ദോഷകരമായിട്ടും ഒക്കെ ഫലിക്കുന്ന ഒരു സമയം കൂടിയാണ്. വരവിനേക്കാൾ ചെലവ് കൂടുതലുള്ള സമയമായതിനാൽ തന്നെ ബാങ്ക്, കോടതി മുഖേനയുള്ള വ്യവഹാരങ്ങൾ ഈ വർഷം ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മംഗളകാര്യങ്ങൾക്കൊക്കെ അതായത് ഈ വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ എല്ലാ മംഗളകാര്യങ്ങൾക്കും ഒരു കാലതാമസം കാണുന്നുണ്ട്. ഈ ആശുപത്രിവാസം, അതായത് ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ സന്താനങ്ങൾക്കോ തനിക്കോ ഒക്കെ ഉള്ള ഒരു ആശുപത്രിവാസത്തിനുള്ള സാധ്യതകൾ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം കാണുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ പരദേവതയെ പ്രീതിപ്പെടുത്തുകയും പരദേവതയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഏറെ ഈ വർഷം പ്രയോജനം ചെയ്യും. അവിട്ടം നക്ഷത്രം മകരൻ രാശിയിൽ 2 പാദവും കുംഭൻ രാശിയിൽ 2 പാദവും ഉൾപ്പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനനം ചൊവ്വാദശയിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞാണ് കാണുന്നത്. ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഒക്കെ പ്രമോഷനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മാത്രമല്ല കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു മങ്ങിയ ഒരു സമയം കൂടിയാണ്. വിവാഹം, പുതിയ വാഹനം, ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകാര്യങ്ങൾക്കൊക്കെ ഒരു കാലതാമസം കാണുന്നുണ്ട്. മാത്രമല്ല ബാങ്ക്, കോടതി മുഖേനയുള്ള വ്യവഹാരങ്ങൾ ഒക്കെ ലഭിക്കാനുള്ള ഒരു കാലതാമസം കാണുന്നുണ്ട്. അഗ്നി മൂലമുള്ള ഒരു അപകടത്തിനും തന്മൂലം ആശുപത്രിവാസത്തിനും ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളെ കൊണ്ടുള്ള ഒരു ദുരിതത്തിനും ഉള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ പരദേവതയെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ പരദേവതയെ ക്ഷേത്ര ദർശനം നടത്തുന്ന പരദേവതയെ പ്രീതിപ്പെടുത്തുന്നതും വളരെ ഉത്തമമായി തന്നെ കാണുന്നുണ്ട്. ചതയം കുംഭരാശിയിൽപ്പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനനം രാഹുദശയിലാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു നക്ഷത്രക്കാരാണ്. ഈ 2024 ഇവർക്ക് ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളും രണ്ടാം പാദത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കോട്ടങ്ങൾ പറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഊഹക്കച്ചവടക്കാർക്കൊക്കെ ധനനഷ്ടത്തിനും ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ചതിവ് പറ്റാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ബന്ധുക്കൾ, സഹപ്രവർത്തകരുമായിട്ടുള്ള വാക്തർക്കങ്ങളിൽ ഏർപ്പെടാനും തന്മൂലം കയ്യാങ്കളി വരെ എത്താനുള്ള സാധ്യത ഒക്കെ കാണുന്നുണ്ട്. ബാങ്ക്, കോടതി മുഖേനയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കൊക്കെ ഒരു കാലതാമസം കാണുന്നുണ്ട്. ഏറെക്കാലമായി നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പല സാധനങ്ങളും കിട്ടാതിരിക്കാനുള്ള, അതായത് നമ്മുടെ കയ്യിലേക്ക് എത്താനുള്ള ഒരു താമസത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിവാഹം, ഗൃഹപ്രവേശം, പുതിയ വാഹനം വാങ്ങൽ തുടങ്ങി വസ്തു വാങ്ങൽ തുടങ്ങിയുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു കാലതാമസം കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പരദേവതയെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിനെല്ലാം ഒരു ഏക രക്ഷാമാർഗം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ പരദേവതയെ ഉപാസിക്കുന്നതും പരദേവതയെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഒക്കെ നല്ലതായി തന്നെ കാണുന്നു.
പൂരുരുട്ടാതി. കുംഭരാശിയിൽ 3 പാദവും മീനരാശിയിൽ അവസാന പാദവും ഉൾപ്പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനനം വ്യാഴദശയിലാണ്. ഈ വർഷക്കാലം ഏറെ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇവർ. പറഞ്ഞതുപോലെ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2024 ശുക്ര എന്ന് പറയുന്നത് പോലെയാണ്. നല്ല കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും തൊടുന്നതല്ല പൊന്ന് എന്ന് പറയുന്നത് പോലെയാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം. ചതിവ് പറ്റാതിരിക്കാൻ അവർ കൂടെ ഉള്ളവരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഒക്കെ ചതിവ് പറ്റാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലയളവാണ്. അവർക്ക് ഏറ്റവും നല്ല സമയമാണ് 2024. എന്നിരുന്നാലും ചതിവിനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതൽ കാണുന്നുണ്ട്. അതിനാൽ തന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ബിസിനസ്സുകാരും IT മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഗവൺമെൻറ് ജീവനക്കാരും ഒക്കെ എന്തു കാര്യം ചെയ്യുമ്പോഴും ഒരു 2-3 വട്ടം ആലോചിച്ച് കൂടെ നിൽക്കുന്നവരെയൊക്കെ കണ്ണുമടച്ച് വിശ്വസിക്കാതെ 1-2 വട്ടം ആലോചിച്ച് മുൻകൂട്ടി കണ്ടും ഒക്കെ തീരുമാനിച്ച് നല്ല കാര്യങ്ങൾ കൈക്കൊള്ളേണ്ടുന്ന ഒരു സമയമാണ്. ഞാൻ പറഞ്ഞതുപോലെ തൊഴുന്നതെല്ലാം പൊന്നാവുന്ന ഒരു സമയമാണ്. അത് നമ്മുടെ പ്രയോജനത്തിൽ വരണമെങ്കിൽ നമ്മൾ അതികഠിനമായി അതിസൂക്ഷ്മമായി ഓരോ കാര്യങ്ങളും തലങ്ങും വിലങ്ങും പരിശോധിച്ച് മാത്രം ചെയ്യേണ്ടുന്ന ഒരു സമയമാണ്. ഈ പരദേവതയെ ഏറ്റവും കൂടുതൽ ഉപാസിക്കേണ്ട നക്ഷത്രക്കാരാണ്. ഈ കിട്ടുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ജാതകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് അത് എത്താൻ വേണ്ടിയിട്ട് പരദേവതയുടെ അനുഗ്രഹം വേണം. അതിനാൽ തന്നെ പരദേവതയെ നമുക്ക് ആപത്ത് വരുമ്പോൾ മാത്രമല്ല, നല്ലത് നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടും ഈ പരദേവതയെ ഉപാസിക്കുന്നതും പരദേവതയെ പ്രീതിപ്പെടുത്തേണ്ടതും അത്യന്താപേക്ഷിക ഘടകം കൂടിയാണ്. ഉത്രട്ടാതി നക്ഷത്രം മീനരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രം. ഇവരുടെ ജനനം ശനിദശയിലാണ്. പറഞ്ഞ പോലെ ഈ വർഷം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. ഈ IT മേഖലയിലുള്ളവർക്കും പിന്നെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങൾ, നല്ല പല അപ്രതീക്ഷിതമായിട്ട് നേട്ടങ്ങൾ, ധനം, ഇതൊക്കെ ഭൂമി, ഗ്രഹം, പുതിയ വാഹനം ഒക്കെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ പ്രണയ സാഫല്യത്തിനുള്ള സാധ്യതയും, അതായത് ഏറെ കാലമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബാങ്ക്, കോടതി മുഖേനയുള്ള ഗവൺമെൻറ് പരമായിട്ടുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും നമുക്കുണ്ടെങ്കിലും ആ അനുകൂല ഘടകങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരു തടയുണ്ടാകും. ആ തട എന്ന് പറയുന്നത് നമ്മുടെ ദോഷമാണ്. ആ ദോഷം നമുക്ക് തീർക്കാനായിട്ട് ഏക ആശ്രയം അല്ലെങ്കിൽ ആദ്യത്തെ അമ്പ് അല്ലെങ്കിൽ ആദ്യത്തെ ബാണം എന്ന് പറയുന്നത് ഈ പരദേവതയെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ പരദേവതയെ എത്രത്തോളം നമ്മൾ ഉപാസിക്കുന്നുവോ, എത്രത്തോളം പ്രീതിപ്പെടുത്തുന്നുവോ അത്രത്തോളം നമുക്ക് ഗുണാനുഭവങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും. രേവതി നക്ഷത്രം മീനരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. ഇവരുടെ ജനനം ബുധദശയിലാകയാൽ തന്നെ പഠിക്കണം എന്ന ഏറ്റവും കൂടുതൽ, അതായത് വിദ്യാർത്ഥികൾക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറ്റവും പ്രയോജനകരമായിട്ട് വർത്തിക്കുന്ന ഒരു നക്ഷത്രമാണ്. ഈ 2024 ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ കുടുംബക്കാരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ ഉള്ള സഹായ സഹകരണങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഏറെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. 2ാം പാദത്തിൽ ആശുപത്രിവാസത്തിനുള്ള അഗ്നി കൊണ്ട് ഒരു ആശുപത്രിവാസത്തിനുള്ള സാധ്യതകൾ ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അതിനാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരദേവതയെ നമ്മൾ എന്തൊരു കാര്യത്തിനും പരദേവതയെ പ്രീതിപ്പെടുത്തുന്നതും പരദേവതയെ ഉപാസിക്കുന്നതും ഗുണകരമായിട്ട് തന്നെ വർത്തിക്കണം. അത് ആവർത്തിച്ച് ചെയ്യുന്നിടത്തോളം കാലം ആ ഒരു നമ്മളിലേക്ക് എത്തുന്ന ഒരു പോസിറ്റീവ് എനർജി എത്രയും വേഗം തന്നെ അത് എത്തിച്ചേരും. ഈ കച്ചവടക്കാർക്കും ഈ വർഷം വളരെ ഒരു നല്ല സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക്. മാത്രമല്ല
വിവാഹം, ഗൃഹപ്രവേശം, പുതിയ വാഹനം തുടങ്ങിയ മംഗളകാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറം ഉച്ചസ്ഥായിയിൽ പെട്ടെന്ന് നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ 2024. ഇതിൽ പല കാര്യങ്ങളും നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം, ഇനി സംഭവിക്കാൻ വരുന്നുണ്ടാവാം ഒക്കെ ആണ് എങ്കിൽ കൂടിയും ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജാതകത്തിൽ ഒക്കെ ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ പറഞ്ഞതുപോലെ പരദേവതയെ പ്രാർത്ഥിച്ച്, പരദേവതയെ ഉപാസിച്ച്, പരദേവതയുടെ പ്രീതി നേടിയെടുത്താൽ അതിന് ഏറെ പ്രയോജനകരമായിട്ട് വർത്തിക്കും. എന്നിരുന്നാലും ഈ 2023 കഴിഞ്ഞ് പുതിയ ഒരു തുടക്കം, അതായത് 2024 പുതിയ ഒരു വർഷത്തേക്ക് നമ്മളെല്ലാവരും പ്രവേശിക്കുന്നതാണ്. ഈ ഒരു വർഷക്കാലം എല്ലാ സജ്ജനങ്ങൾക്കും ആയുസ്സും ആരോഗ്യവും സത്കീർത്തിയും സമ്പത്തും ഒക്കെ ഭഗവാൻ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഏറെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.